കൂടുന്നുണ്ടോ? വൈകുന്നേരമായ ഒന്നിനുമില്ല. അല്ലെങ്കിൽ നീ ചെയ്യുമ്പോ ഞാൻ കൂടാറില്ലല്ലോ. തിന്നാൻ നിൽക്കാം. അത് കൊല്ലം എത്രയായി തുടങ്ങിയിട്ട് പണി അഭ്യാസം. എന്റെ ഈ ടൊമാറ്റോ ചട്നി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പക്ഷേ പുളി. ഈ ഒരു ദോശയുടെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാം, പൊങ്ങാനൊന്നും വെക്കണ്ട. സമയം 6:30 ഞാൻ ഇന്ന് കഴിക്കാനില്ലേ ഓട്സ് ദോശയും ടൊമാറ്റോ ചട്നിയും ഉണ്ടാക്കാൻ പനീർ എടുക്കും. കൂടുന്നുണ്ടോ? വൈകുന്നേരമായ ഒന്നിനുമില്ല. എന്നാലും ഒരു രസത്തിന് ഒരുമിച്ച് ചെയ്യാന്നേ. അല്ലെങ്കിൽ നീ ചെയ്യുമ്പോ ഞാൻ കൂടാറില്ലല്ലോ. കൂട്ടുകെട്ടിൽ ചെയ്യാൻ അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല. കാരണം രണ്ട് ടേസ്റ്റാ, ഡയറക്ഷനാ. ഒരാള് വിചാരിക്കുന്നതേ അല്ല മറ്റേ ആള് വിചാരിക്കണം. അത് എപ്പോഴും അങ്ങനെയായിരിക്കും. നമ്മുടെ ഇത് വെച്ച് അങ്ങനെയായിരിക്കും. പുതിയ തലമുറ പുതിയ രീതിയിൽ. അല്ലെങ്കിൽ ഞാൻ ഇല്ല കൂട്ടുകെട്ടിൽ തിന്നാൻ നിൽക്കാം. നാളെ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടായിരുന്നു? നല്ലതായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. തക്കാളി ചമ്മന്തി എനിക്ക് അത്ര വലിയതായിരുന്നു. നല്ല പുളി വേണം. ദോശ നല്ലതായിരുന്നു, ഓട്സ് ദോശ. അപ്പൊ തുടങ്ങാൻ പോവാട്ടോ. ഞാൻ അപ്പയ്ക്ക് കുടിവെള്ളം ഉണ്ടാക്കി വെക്കാൻ ഈയലിളകിയിട്ടുണ്ട്. ആ ശരിയാ. കാര്യം പുറത്തേക്കൊക്കെ ലേറ്റ് ഇട്ടിട്ടുണ്ട്. ഇന്നാളെ ആരാണ്ട് പറഞ്ഞില്ലേ ഇങ്ങനെ ഇതിൽ വെള്ളം വെക്കാൻ. ശരിയാട്ടോ, അമ്മച്ചി കൂടെ ചെയ്യുമായിരുന്നു അങ്ങനെ. ആ ഡിഷിൽ വെള്ളം പുറത്താ അതിലേക്ക് വീണോളൂ. ഇല്ല അങ്ങോട്ടുള്ള ലേക്ക് കേട്ടോ. ഓട്സ് ദോശയും തക്കാളി ചട്നിയും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഓട്സ് എടുത്തിട്ട് ആദ്യം സോക്ക് ചെയ്യാൻ വെക്കും. ഒരു 10-15 മിനിറ്റ് നേരമൊക്കെയാണ് ഞാൻ സോക്ക് ചെയ്യാൻ വെക്കാറുള്ളത് കേട്ടോ. ഇതൊരു 3-4 ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 1 ഗ്ലാസ് ഓട്സ് എടുത്തേക്കാണ്. അപ്പോൾ അത് സോക്ക് ചെയ്യാൻ വെക്കും. എന്നിട്ടാണ് തക്കാളി ചട്നിക്കുള്ളത് വഴറ്റാൻ പോകും. അപ്പോൾ ചട്നിക്കുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞ് അത് വഴറ്റിയൊക്കെ വരുമ്പോഴേക്കും ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അന്നേരം ബാറ്റർ ഉണ്ടാക്കാൻ പോകാമല്ലോ. അപ്പോൾ ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞ് വരുമ്പോഴേക്കും വഴറ്റി വെച്ചിരിക്കുന്നത് തണുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നേരിട്ടെടുത്ത് മിക്സിയിൽ അരയ്ക്കാൻ പറ്റും. അങ്ങനെയാണ് ടൈം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ ഞാൻ. അപ്പോൾ ആദ്യം ഓട്സ് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചു. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, ജസ്റ്റ് ഒന്ന് കുതിർത്താനുള്ള വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. കാരണം പിന്നീട് മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഈ വെള്ളം മൊത്തം ചേർക്കരുത്. ചേർത്ത് കഴിഞ്ഞാൽ ദോശയുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി തെറ്റിപ്പോവും. അതുകൊണ്ട് ഇത്രയും വെള്ളം ഞാൻ അരയ്ക്കുമ്പോൾ ചേർക്കില്ല. നമുക്ക് ചുടാൻ ആ ബാറ്ററിന് എന്തോരം കട്ടി വേണോ അതനുസരിച്ചിട്ടുള്ള വെള്ളം മാത്രമേ ഞാൻ ചേർക്കുള്ളൂ കേട്ടോ. സോക്ക് ചെയ്യാൻ കുറച്ചെങ്കിലും ഒഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇത്രേ ഒഴിച്ചെന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ. എനിക്ക് വലിയ ഐഡിയയില്ല. നീയല്ലേ ഇന്നാളുണ്ടാക്കി? അല്ല, ദോശ ബാറ്ററൊക്കെ അമ്മയ്ക്ക് അറിയാലോ. അതൊക്കെ അറിയാം. അതേ ചോദിച്ചുള്ളൂ. അത് കൊല്ലം എത്രയായി തുടങ്ങിയിട്ട് പണി അഭ്യാസം. അപ്പൊ ഈ സോക്ക് ചെയ്യാൻ വെക്കണ വെള്ളം മൊത്തം അരയ്ക്കുമ്പോ ചേർക്കണ്ടല്ലോ. അത് സോക്ക് ചെയ്യാനുള്ള വെള്ളം മുഴുവനും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, അതിന്റെ പാകത്തിന് ചേർക്കുക. അപ്പൊ അതവിടെ ഇരിക്കട്ടെ ഒരു 15-20 മിനിറ്റ് നേരം. ആ സമയത്ത് തക്കാളി ചട്നിക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം. എന്നിട്ട് അതും തണുക്കാൻ വെക്കണമല്ലോ. എന്നിട്ട് വേണ്ട മിക്സിയിൽ അരയ്ക്കാൻ പറ്റുള്ളൂ. തണുത്തിട്ട് അരയ്ക്കാവൂ. ആദ്യം വഴറ്റണം, അല്ലാതെ ചെയ്യരുത് ഒരിക്കലും. അറിയാലോ. അപ്പൊ തക്കാളി ചട്നി വഴറ്റാനായിട്ട് ഞാൻ ഇത്രയും സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ നാടൻ തക്കാളി ആട്ടോ. 3 എടുത്തിട്ടുണ്ട്. പിന്നെ ഗാർലിക്ക് കുറച്ചെടുത്തു, ഉള്ളി കുറച്ചെടുത്തു. അതിൻ്റെ ഒന്നും ടേസ്റ്റ് എനിക്ക് അധികം ഒന്നും ഇഷ്ടമല്ല. തക്കാളിയുടെ രുചി മുന്നിൽ നിൽക്കണ ഇഷ്ടം. ഇഞ്ചി പേസ്റ്റും കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കറിവേപ്പിലൊന്നും ഇടുന്നില്ല. ഇത്രയും ആകെ വഴറ്റാൻ എടുക്കണുള്ളൂ കേട്ടോ. എനിക്കതാ താല്പര്യം, അതുകൊണ്ടാണ്. അപ്പം ആദ്യം ഇതൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആദ്യം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റും വഴറ്റാം, എന്നിട്ട് തക്കാളി ഇടാം. അതെല്ലാം കഴിഞ്ഞിട്ട് അത് തണുപ്പിക്കാൻ വെക്കണം. ആ സമയത്ത് ഓട്സ് ദോശയുടെ ബാറ്റർ ഉണ്ടാക്കണം. അല്ല, നെയ്യിലാണ്. നെയ്യിലാണ് കേട്ടോ ഞാൻ വഴറ്റണേ. വേഗം ഇടട്ടെ കേട്ടോ. വെളുത്തുള്ളി ആദ്യം ഇടാം. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അമ്മ പറഞ്ഞ പോലെ. അതാണ് ഇനി ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാരണം കുറച്ച് ഡിഫിക്കൾട്ടാണ് എനിക്ക് ഇതൊക്കെ കൂടി ഹാൻഡിൽ ചെയ്യാൻ. അതാണ് കേട്ടോ. ചുവന്നുള്ളി, ഇഞ്ചി പേസ്റ്റ് ഏറ്റവും അവസാനം ഇട്ടാൽ മതി. കാരണം അല്ലെങ്കിൽ പേസ്റ്റ് അല്ലേ കരിഞ്ഞു. ഏറ്റവും ലോവർ ഫ്ലെയിമിലാണ് വെച്ചേക്കണം. എന്താ ഇച്ചിരി കൂടി കുറയ്ക്കാല്ലേ? ഇച്ചിരി കൂടി കുറയ്ക്കാം, കരിഞ്ഞു പോകല്ലെങ്കിൽ. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തക്കാളിയും ഇഞ്ചി പേസ്റ്റും ഒന്ന് ഇടാം കേട്ടോ. ജസ്റ്റ് അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. എല്ലാം അങ്ങ് മിക്സ് ആവട്ടെ. ആ സമയത്ത് കുറച്ച് പൊടികൾ ഇടണം. ചില്ലി പൗഡറും എരിവില്ലാത്ത മുളക് പൊടി. മുളക് ഞാൻ അരിഞ്ഞിടുന്നില്ല. എരിവില്ലാത്ത നമ്മുടെ പിരിയൻ മുളക് പൊടിയില്ലേ, അതിലൊരു ലേശ എരിവുണ്ട്. അപ്പോൾ നല്ല കളറും കിട്ടും. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും ലാസ്റ്റ് ഇടാം. ഇത്ര ഇടുന്നുള്ളൂ. മറ്റേ ഉണക്കമുളകൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ. എനിക്ക് എരിവ് അങ്ങനെ അധികം തക്കാളി ചട്നിയിൽ വരണത് ഇഷ്ടമില്ല, അതുകൊണ്ടാണേ. നമ്മുടെ പൊടികളൊക്കെ ഇടാം. ഒരിച്ചിരി ചില്ലി പൗഡർ, പിന്നെ
ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ചില്ലി പൗഡർ ഇത്തിരി കൂടി ഇടാം അല്ലേ, ഇച്ചിരി കൂടി ഇടാം. എരിവിന് വേണമെങ്കിൽ ഇത്തിരി പെപ്പർ പൊടി ഇടാം കേട്ടോ. നമുക്ക് പെപ്പർ ചതച്ചെടുക്കുന്നുണ്ട്. ഒരു ഇത്തിരി ഉപ്പ്. ഓക്കെ, എരിവിന് ഞാൻ ഇത്തിരി പെപ്പറാണ് ഇടുന്നത്, വേറെ മുളക് ഇടുന്നില്ല. ഇത് മതി എനിക്ക്. അയ്യോ ഇത് മതി, കൂടുതൽ എരിവായ പണി. ഇനി ഇളക്കി കൊടുക്കട്ടെ. ഇളക്കി കൊടുക്കേണ്ട സമയം കഴിഞ്ഞ്. പിന്നെ വീടെടുക്കുന്നതിനാണ് ഇത് കറക്റ്റായിട്ട് അങ്ങ് ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് വാങ്ങി വെക്കാം. ആവി വറക്കണം. വാങ്ങി വെച്ചിട്ട് ഇത് തണുക്കാൻ അനുവദിക്കാം. എന്നിട്ട് വേണം മിക്സിയിൽ നമുക്ക് ചട്നി പരിവായിട്ട് ഒരു ഇച്ചിരി വെള്ളം തെളിച്ചിട്ട് വേണം. ആവശ്യമുണ്ടെങ്കിൽ വെള്ളം തെളിച്ചിട്ട് അരച്ചെടുക്കാം. അല്ലെങ്കിൽ തക്കാളിയിൽ വെള്ളം ഉണ്ടല്ലോ, വെള്ളം തെളിക്കേണ്ടി വരില്ല. നോക്കാം. ഇത് മതി, നമുക്കിനി വാങ്ങി വെക്കാം കേട്ടോ. എന്നിട്ട് ഇത് തണുക്കാൻ അനുവദിക്കാം. എന്നിട്ട് വേണം മിക്സിയിൽ ഇത് അരയ്ക്കാം. ഇതുണ്ടാക്കിയ പാത്രത്തിൽ നമ്മൾ മാറ്റി വെച്ചിട്ടോ, അല്ലെങ്കിൽ ഇത് വേഗം തണുക്കൂല. തണുത്തിട്ട് വേണം നമുക്കിത് മിക്സിയിൽ അരയ്ക്കാൻ. ഇനി നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുക്കാൻ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ അവസാനം നമുക്ക് പാനിലിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. കടുകൊക്കെ പൊട്ടിക്കാനുണ്ട്, അപ്പോൾ അത് കാരണം ആ സമയത്ത് നമുക്ക് എടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതെ ഞാൻ അരച്ചെടുത്തു കേട്ടോ. അറ്റ് ദ സെയിം ടൈം ഞാനിവിടെ നെയ്യ് ഒഴിച്ചു, കടുക് ഇട്ടിട്ടുണ്ട്. അത് പൊട്ടിക്കഴിയുമ്പോൾ ഈ സാധനം നമുക്ക് അതിലേക്ക് ഒഴിക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി ഞാൻ എടുക്കുള്ളൂ. ഞാൻ കറിവേപ്പിലോ വറ്റൽമുളകോ ഒന്നും ഇടുന്നില്ല, കാരണം പെപ്പർ ഇട്ടോണ്ട് ഇതിന് എരിവുണ്ട്. അത് മതി എനിക്ക്, അതുകൊണ്ടാണ് കേട്ടോ. ഉപ്പും ഒക്കെ കറക്റ്റാണ്. ഇത് ഞാൻ വെള്ളം വറ്റിച്ച് കഴിയുമ്പോൾ വാങ്ങൂ കേട്ടോ. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലൈറ്റൊക്കെ വെച്ചിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് എനിക്കിത് ഇളക്കാൻ പറ്റാത്തത്. ഇതൊന്ന് വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോഴേക്ക്, അരച്ചപ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചായിരുന്നല്ലോ, അപ്പോൾ ആ വെള്ളം വറ്റി കഴിയുമ്പോൾ ഞാനിത് വാങ്ങും കേട്ടോ. ഈ ഒരു പരുവത്തിൽ ഞാൻ വാങ്ങും കേട്ടോ. വെള്ളമൊക്കെ പറ്റി. ഇത് മതി, ഇത് ഇരുന്നോട്ടെ. ഇത്രയും വേണം നമുക്ക്. ദോശ ഒരു 3-4 ഉണ്ടെങ്കിലേ ലാവിഷായിട്ട് തൊട്ട് കഴിക്കാനായിട്ട് ഇത്രയും വേണം നമുക്ക്. ഇത് ഞാൻ സിമ്മിലാണ്, ഏറ്റവും സിമ്മിലാണ് വെച്ചിരിക്കണേ, അല്ലെങ്കിൽ അത് ശരിയാവില്ല. അതുകൊണ്ടാണ്. അതെ വാങ്ങും കേട്ടോ. വെള്ളമൊക്കെ വറ്റി കണ്ടില്ലേ? ഓക്കെ അല്ലേ? അപ്പം ഇത് ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് കേട്ടോ. എന്തോരം കട്ടിയായിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇനി വേണമെങ്കിൽ ഇനിയും വറ്റിക്കാം. എനിക്ക് പക്ഷേ ഇത്രയും മതി, അതുകൊണ്ടാണ്. ഇങ്ങനെ കണ്ട അത്യാവശ്യം കട്ടിയായിട്ടുണ്ട്, അത് മതി. ഇനി ഇതിനകത്തുനിന്ന് മാറ്റിയില്ലെങ്കിൽ പാത്രത്തിലിരുന്ന് വീണ്ടും അത് കട്ടി പിടിക്കും. സെറ്റായല്ലോ. വേണമെങ്കിൽ ഡെക്കറേഷൻ നമുക്ക് പുതിനയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയൊക്കെ വെച്ച് ചെയ്യായിരുന്നു. പക്ഷെ ഇതൊന്നുകൂടി ഇരിപ്പില്ല. കറിവേപ്പില പുറത്തു പോയി പറിക്കണം. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് തീർന്നു എന്ന് തോന്നുന്നു. അല്ലെങ്കിലും എനിക്ക് കറിവേപ്പിലോട് വലിയ താല്പര്യമില്ല. എന്തായാലും കറിയിലിടുമ്പോൾ അത് ദൂരെ കളയുന്ന സാധനമല്ലേ. ഭൂരിപക്ഷവും അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്കിനി ദോശ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. എൻ്റെ ഈ ടൊമാറ്റോ ചട്നി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പക്ഷേ പുളി എന്റെ പായത്തിന് ഇച്ചിരി പുളി കൂടുതലാ. സാധനം നല്ലതാ. അത് ടൊമാറ്റോയുടെ തന്നെ പുളിയാ, ഞാൻ ഇട്ടിട്ടില്ല ഒട്ടും. മനസ്സിലായി. എന്നാലും പക്ഷെ പുളി കുറവായിരുന്നു. അതെ, തീരെ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ടൊമാറ്റോ പഴുത്ത് കഴിഞ്ഞപ്പോ പുളി വന്നു. പുളിയായി. ശരിക്കും നെയ്യിലുണ്ടാക്കിയാ നല്ല ടേസ്റ്റ് ആണ്. നെയ്യുടെ പ്രത്യേകത. നെയ്യ് തീരാറായോ? മേടിക്കാറായോ? ഇല്ലാന്ന് തോന്നുന്നു. നോക്കിക്കോളണത്. നെയ്യുള്ളത് കൊണ്ട് നെയ്യിലല്ലേ സാധാരണ എല്ലാം ചെയ്യണത്. നന്നായിട്ടുണ്ട് ആ ചമ്മന്തി, വളരെ നല്ലതാ. വെള്ളം എടുത്ത് വെക്കുവ രാത്രിയിലേക്കുള്ളത്, കുടിവെള്ളം. അതില്ലെങ്കിൽ പണിയാ. ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയ വേണമെങ്കിൽ. ഇതാണ് നമ്മുടെ ടൊമാറ്റോ ചട്നി. സാധനം നല്ലതാ. നെയ്യുടെ രുചി ഉള്ളതുകൊണ്ട് നല്ല പുളിയാ. നന്നായിട്ടുണ്ട്. ഇതെന്തിനാ വെച്ചേക്കണേ? അതൊക്കെ ഓട്സ് ബാറ്റർ ഉണ്ടാക്കാൻ കാണിച്ചു തരാം. ദോശ ബാറ്റർ ഉണ്ടാക്കുമ്പോണ്ടല്ലോ, അതൊന്ന് പൊക്കിക്ക്. അത് കുതിർത്താൻ വെച്ചേക്കണതാ. ഓട്സ് ദോശക്കുള്ള ഓട്സ് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചേക്കണം. അതിന്റെ കൂടെ ഒരു ചെറിയ കഷ്ണമല്ല, ഒരു കുഞ്ഞു ടൊമാറ്റോയും ഉള്ളിയും ഗാർലിക്കും ഇഞ്ചിയും ഇത്ര ഇട്ട് അരക്കണം. എന്നിട്ടാണ് ആ ബാറ്റർ ഉണ്ടാക്കണം. ഇഞ്ചിയുടെ പേസ്റ്റ് ആയിരിക്കും. പേസ്റ്റ് ആണ് നല്ലതാ. പിന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി, തക്കാളിയും കൂടി ഇട്ടാ നല്ല ടേസ്റ്റാ. ഇന്നാളുണ്ടാക്കിയത് നല്ലതായിരുന്നു. നല്ല സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടും. അത് ഒരുമിച്ച് വേണം എന്നിട്ട് അരയ്ക്കാൻ. അങ്ങനെയല്ലേ? നാളത്തെ നല്ലതായിരുന്നു. പിന്നെ പൊങ്ങാൻ വെക്കേണ്ട ആവശ്യമില്ലല്ലോ.
ഇനി നമുക്ക് അരയ്ക്കാൻ എടുക്കാം കേട്ടോ. ഇതിൻ്റെ വെള്ളം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ബാറ്റർ ഒത്തിരി ലിക്വിഡ് ആയിപ്പോവും. ഈ വെള്ളം ഇപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇനി ഓട്സിൻ്റെ കൂടെ ഈ സാധനങ്ങളെല്ലാം നമുക്ക് ആഡ് ചെയ്യണം കേട്ടോ. ഉപ്പ് ഏറ്റവും ലാസ്റ്റ് ഇടാം, ബാറ്ററിനകത്ത് ഇടാം. ഇതെല്ലാം ഒരുമിച്ച് വേണം കേട്ടോ അരയ്ക്കാൻ. അരച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി കാണാം. ഇനി നമുക്ക് ഇതിലേക്കും ഒഴിക്കാം കേട്ടോ. അപ്പോൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്, കണ്ടോ? നന്നായിട്ട് അരിഞ്ഞിട്ടുമുണ്ട്. പൊങ്ങാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. മാവൊക്കെ നമ്മുടെ ഉപ്പൊക്കെ ഇട്ട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ദോശയുടെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാം, പൊങ്ങാനൊന്നും വെക്കണ്ട. അതാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ ഉപകാരം. അപ്പോൾ പാനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാവേ. ചുടാനായിട്ട് ഞാൻ നെയ്യാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ചുടാം കേട്ടോ. ഒരു തവയെടുക്കാം, വടിച്ചെടുക്കുക. ക്യാമറ പിടിച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതെനിക്ക് എടുക്കാനായിട്ട്. ഒരു കയ്യിൽ ക്യാമറ അല്ല, അപ്പം ബാലൻസിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ. ഞാനൊന്ന് ശരിക്കും ഒന്ന് പരത്തി എടുക്കട്ടെ കേട്ടോ. ഓക്കെ, ദോശ വേണോ? അതെന്താ? നല്ല ഹോൾസ് ഒക്കെ കണ്ടോ? അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, ഇച്ചിരി ഇവിടെ വേവാനുണ്ടായിരുന്നു. അതാ ഇതേ ദോശ എന്ത് വരുമ്പോഴുള്ള കളറ് കണ്ടോ? ആ ടൊമാറ്റോ ചേർത്തുകൊണ്ടാണ് കേട്ടോ ഇതുപോലൊരു ഗോൾഡനിഷ് കളറിലേക്ക് വരുന്നത്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട് അല്ലേ. എനിക്ക് ആ ഒരു കളറാണ് ഇഷ്ടം. കൂടുതൽ ടൊമാറ്റോ ചേർക്കണ്ട, ആ ഒരൊറ്റ ടൊമാറ്റോ ചേർത്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ പുളിപ്പ് വരും. അപ്പോൾ നല്ല രസമുണ്ട് ആ ഒരു കളറ് കാണാനായിട്ട്. എനിക്കത് കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഞാൻ ഇത് ചേർക്കണത്. ഓക്കെ, ഇനി നമുക്ക് കോരി എടുക്കാം കേട്ടോ. അടുത്തത് ഒഴിക്കാം. ഓക്കെ, അമ്മ ഇതൊന്ന് തിന്നു നോക്കിയേ. ഞാൻ അത്താഴം ഉണ്ടതാണ്, വയറ് നിറഞ്ഞതുമാണ്. പക്ഷെ ഇതിന്റെ മണം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വേണം. എനിക്ക് ഉറക്കം വന്നു തുടങ്ങി. എന്നാലും നല്ലതാ. ഞാനിപ്പോ മണി 10:10. ഇവിടെ ഇത് ഉണ്ടാക്കണ മണം കൊണ്ട് ഞാൻ മുൻവശത്തെ മുറിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാ. സോഫ്റ്റ് ആണോ? നല്ല സോഫ്റ്റ് ആണ്, നല്ല രുചിയുണ്ട്. സ്വല്പം കഴിച്ചു നോക്കി, വളരെ നല്ലതാ. ഇഷ്ടപ്പെട്ടോ? നല്ല സോഫ്റ്റ് അല്ലേ? ഗോതമ്പ് ദോശയാണോ ഓട്സ് ദോശയാണോ ഇഷ്ടപ്പെട്ടെ? ഓട്സിന്റെ നല്ലത്. അത് മൊത്തം അങ്ങ് എടുത്തോ, വേറെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് വേണ്ട, ഇത്ര സമയമില്ല. നല്ല രുചിയുണ്ടല്ലേ? നല്ല രുചിയുണ്ട്, വളരെ നല്ല ദോശയാണ്. മറിച്ചിട്ടോ, മറിച്ചിട്ടാറായിരുന്നു. ഇത് സെക്കൻഡ് ട്രിപ്പ് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കുക്കിംഗ് ടൈം കുറച്ച് കൂടുതൽ എടുക്കും. അതുകൊണ്ട് ഞാൻ മൂടി വെക്കാനായിട്ട് ഇടയ്ക്ക്. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ തുറന്നതാണ്. കുക്കിംഗ് ടൈം കൂടുതലുണ്ട് സാധാ ദോശേനേക്കാൾ. ഞാനുണ്ടല്ലോ ഇങ്ങനെ ഓരോ ദോശയും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ താമസം അത് കുക്കായി വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പണി ചെയ്തു, അതിൻ്റെ ബാറ്റർ വീണ്ടും ലൂസാക്കിയിട്ടോ. അതെ, ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയതാണ്. മറ്റത് പുറമേ ആ ഗോൾഡൻ കളർ ആവുന്നുണ്ടെങ്കിലും അകത്തേക്ക് അതിൻ്റെ വേവ് കയറാൻ ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ. സമയവും എടുക്കുന്നു, ഒരുപാട് സമയം എടുക്കുന്നു. അപ്പോൾ ബാറ്റർ ലൂസാക്കിയതിന് ശേഷം ഇതേ കണ്ടോ, ഇത് പാനിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് സ്പ്രെഡ് ആവുന്നുണ്ട്, പരത്താനും എളുപ്പമുണ്ട്. നേരത്തെ അത്രയും സമയം എടുക്കാതെ കുക്കായി കിട്ടുന്നുമുണ്ട്. ഒരു വശമൊക്കെ മറിച്ചിടാൻ അധികം സമയവും എടുക്കുന്നില്ല. അപ്പോൾ ഇത് വേഗം കുക്കായി കഴിയുന്നുണ്ട് കേട്ടോ. മറ്റേന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് നഷ്ടമല്ലോ. ഓരോ ദോശ ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ അകത്തേക്കും വേവ് കയറാൻ പ്രയാസം, പിന്നെ പുറമേ ഗോൾഡൻ കളറായി കിട്ടുകയും ചെയ്യും. എത്ര നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടും അത് ശരിയാവുന്നില്ലായിരുന്നു. ബാറ്റർ ലൂസായി കഴിഞ്ഞപ്പോഴേക്കും ഇതേ കണ്ടോ, നല്ല തിന്നായിട്ടുള്ള ദോശ കിട്ടി. നന്നായിട്ട് കുക്കാവുന്നുണ്ട്, നല്ല രസമായിട്ട് കിട്ടുകയും ചെയ്തു കേട്ടോ. നല്ല പുറമേയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് നല്ല രസമായിട്ട് കിട്ടുന്നുണ്ട്. ഇത് ഞാൻ സെൽഫി എടുത്തുകൊണ്ട് ആ ദോശയിലേക്ക് ഫോക്കസ് അധികം വരാത്തതുകൊണ്ടാണ് അതിൻ്റെ കളർ എക്സാക്ട്ലി കാണാൻ പറ്റാത്തത്. നിങ്ങൾ ആദ്യം കണ്ട കളർ തന്നെയാണ് അതിൻ്റെ കറക്റ്റ് കളർ കേട്ടോ. അപ്പോൾ ഞാനിനി കഴിക്കാനായിട്ട് എടുക്കുകയാണ്. ഈ ടൊമാറ്റോ ചേർത്തുകൊണ്ടാണ്
കൊണ്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനത്തെ ഒരു കളർ കിട്ടിയത്. പക്ഷേ എന്നാൽ പുളി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദോശയ്ക്ക് അങ്ങനെ പുളിയുമില്ല. അധികം പുളി ഇല്ലാത്ത ടൊമാറ്റോ നോക്കിയാണ് ഞാൻ എടുത്തത്. കാരണം കുറച്ച് പഴുത്ത് വരുന്ന തുടങ്ങുന്ന ടൈപ്പ്. ഒരുപാട് പഴുത്ത ടൊമാറ്റോ ആണെങ്കിൽ നമുക്ക് ദോശയ്ക്കും പുളി വരും, ചട്നിക്കും പുളി വരും, മൊത്തത്തിലൊരു പുളിമയാവും. അത് പാടില്ല. അപ്പോൾ ഞാൻ കുറച്ച് പഴുത്ത ടൊമാറ്റോ നോക്കിയാണ് ദോശ ബാറ്ററിലേക്ക് ഇട്ടത് കേട്ടോ. അപ്പോൾ അധികം പുളി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മുറിച്ച് ഇങ്ങനെ ടൊമാറ്റോ ചട്നിയിൽ മുക്കി ഓരോന്ന് കഴിക്കുകയാണ്. ദേ നെയ്യ് ചേർത്ത് ചുട്ടതുകൊണ്ടാണ് ആ നെയ്യൊക്കെ പുറമേ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. നല്ല സോഫ്റ്റ്നെസ്സും നല്ല ടേസ്റ്റിയായിരുന്നു. അത് ചൂടാറിയിട്ടും അതിൻ്റെ സോഫ്റ്റ്നെസ്സിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. ഒരു കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് പെട്ടെന്ന് വലിച്ചിട്ട് അങ്ങ് പോരാത്തതായിട്ട് തോന്നുന്നത്. പക്ഷെ നല്ല സോഫ്റ്റാണ് കേട്ടോ സാധനം. നല്ല ടേസ്റ്റിയായിരുന്നു.